സാധാരണ ഈ ഷോറൂമിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നും അങ്ങനെ കൊടുക്കാറില്ല. ഈ മാസം വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഈ വാഹനത്തിന് എത്ര ഡിസ്കൗണ്ട് കൊടുക്കണേ? ഇത് നമുക്ക് ഡയറക്റ്റ് 20,000 രൂപ ഡിസ്കൗണ്ട് കൊടുക്കാം. ഡയറക്റ്റ് പ്രൈസിൽ നിന്ന് 20,000 രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് വാഹനം സെയിലിന് വെച്ചിട്ടുള്ളത്. യൂസ്ഡ് കാറുകൾക്ക് വാറന്റി കൊടുക്കുന്നില്ല. നിപ്പോൺ ടൊയോട്ട വേറെ ലെവലാണ്. കാര്യം മറ്റൊന്നല്ല, സർട്ടിഫൈഡ് ആയിട്ടുള്ള വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഏകദേശം 2 വർഷം വരെയാണ് വാറന്റി കൊടുക്കുന്നത്. പ്രത്യേകിച്ചിട്ട് ടൊയോട്ട വാഹനങ്ങൾ. നിങ്ങൾ ടൊയോട്ട വാഹന പ്രേമി വേണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കണ്ടോ. പരിപൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് 2 വർഷം വരെ വാറന്റിയിൽ നല്ല ക്വാളിറ്റി വാഹനങ്ങൾ ടൊയോട്ട വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഷോറൂമിലേക്ക് വരാവുന്നതാണ്. ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ പുഴക്കൽപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ നിപ്പോൺ ടൊയോട്ടയുടെ ഓതറൈസ്ഡ് ഷോറൂമായിട്ടുള്ള യൂട്രസ് എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഞാനെന്നുള്ളത്. ഇവിടെ ടൊയോട്ട വാഹനങ്ങൾ മാത്രമല്ല അതർ ബ്രാൻഡ് വാഹനങ്ങളുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡ് വാഹനങ്ങളും നിലവിൽ അവൈലബിൾ ആണ്. നമ്മൾ എല്ലാ മാസവും പുതിയ സ്റ്റോക്ക് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാറുണ്ട്. കഴിഞ്ഞ മാസത്തെ ഒട്ടുമിക്ക വാഹനങ്ങൾ സെയിലായിട്ട് പോയിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ വീഡിയോ ചെയ്യുന്നത്. മാക്സിമം കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണാൻ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പുഴക്കലുള്ള നിപ്പോൺ ടൊയോട്ടയുടെ ഓതറൈസ്ഡ് ഷോറൂമിലാണുള്ളത്, യൂട്രസ്റ്റിൽ. ഈ മാസം അതായത് മെയ് മാസം പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ മാസം ചെയ്തതിൽ ഒട്ടുമിക്ക വാഹനം സെയിലായി പോയില്ലേ? സെയിലായി പോയിട്ടുണ്ട്. കുറച്ച് വാഹനങ്ങളുള്ളൂ, ബാക്കി എല്ലാം സെയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാഹനങ്ങൾ ഈ മാസം പരിചയപ്പെടാം. അതിന് മുന്നേ ഷോറൂമിന്റെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റായിട്ട് പറയണം. ഇത് നിപ്പോൺ ടൊയോട്ട പുഴയ്ക്കൽ തൃശ്ശൂരുള്ള ലൊക്കേഷനാണ്. തൃശ്ശൂർ പുഴയ്ക്കൽപ്പാടത്താണ് ലൊക്കേഷൻ വരുന്നത്. നിയറസ്റ്റ് ഷോബ സിറ്റി. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ വാറന്റി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ല? വാറന്റിയുള്ള വാഹനങ്ങളുണ്ട്. 6 മാസം മുതൽ 2 വർഷം വരെയുള്ള വാറന്റിയുള്ള വെഹിക്കിൾസ് ഉണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഇത്തവണത്തെ ഈ മാസം സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ പരിചയപ്പെടാൻ പോവുകയാണ്. ആദ്യം തന്നെ നമുക്കൊരു ക്രിസ്റ്റ പരിചയപ്പെടാം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2017 മോഡല് ഇന്നോവ ടൂറിംഗ് സ്പോർട്ട് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ലിമിറ്റഡ് എഡിഷൻ വെഹിക്കിൾ ആണ്. VX ആണ് വേരിയന്റ് വരുന്നത്. ഡീസൽ 1,01,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഇതിൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇത് ലിമിറ്റഡ് എഡിഷനിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഫുൾ ഓപ്ഷനിൽ വരുന്ന നല്ല ഫീച്ചേഴ്സും കാര്യങ്ങൾ വരുന്നുണ്ട്. അലോയ് വീല് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? അതെ, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഒറിജിനൽ കേരള ഈ വണ്ടി അല്ല, ഒറിജിനൽ കേരള വണ്ടിയാണല്ലേ? അപ്പൊ ഓക്കെ, ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 18,90,000 രൂപ. 18,90,000 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ്. ഇതിന് എത്ര വാറന്റി കൊടുക്കുന്നത്? ഇതിന് 6 മന്ത് വാറന്റി വരും. 6 മാസം വാറന്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ലോൺ ചെയ്യാൻ പറ്റില്ല? ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാം. ഓക്കെ. ഇത് ടൊയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2018 GX ഓട്ടോമാറ്റിക് ആണ് വെഹിക്കിൾ. GX ഓട്ടോമാറ്റിക്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ, 94,000 കിലോമീറ്റർ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലെയിം ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ക്ലെയിം ഒന്നും ഇല്ലാത്ത വാഹനമാണ്. അപ്പോ ഒരു ഇന്നോവ ക്രിസ്റ്റ, അത് റീവണ്ടി അല്ലല്ലോ? അല്ല, ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. ഈ GX വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇതില് 2 എയർ ബാഗ്, അലോയ് വീല്, സൺറൈസി, 4 ഡോർ പവർ വിൻഡോ, ഡബിൾ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ? എല്ലാം വരുന്നുണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം പക്കയല്ലേ? അപ്ഡേറ്റ് ആണ്. 1 ഇയർ അപ്ഡേറ്റഡ് ആണ്. അതെ, ഓക്കെ. ഇതിന് വാറന്റി കാര്യങ്ങളുണ്ട്? 6 മന്ത് വാറന്റിയാണ് നമുക്കുള്ളത്. 6 മാസത്തെ വാറന്റി ഉണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 20,50,000 രൂപ. 20,50,000 രൂപ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് അല്ലേ? 6 മാസത്തെ വാറന്റി. ഇതിന് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ലേ? അതെ, മാക്സിമം ലോൺ നമുക്ക് ഒരു 90% വരെ ലോൺ ചെയ്യാൻ പറ്റും. കിട്ടും. കസ്റ്റമറിന്റെ സിബിലും കൂടി ഡിപെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വണ്ടിനെ അപേക്ഷിച്ച് 90-95% വരെ നമുക്ക് കൊടുക്കും, ലോൺ ചെയ്യാൻ പറ്റും. വരുന്ന കസ്റ്റമർ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഈ പറയുന്ന ലോണും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ടൊയോട്ടയുടെ ഗ്ലാൻസ് എന്ന് പറയുന്ന വാഹനത്തിന് ഒരുപാട് ആരാധകരുണ്ട്. നല്ല ഹിറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. 2019 മോഡല് G ഓട്ടോമാറ്റിക്. ഗ്ലാൻസ് 2019 മോഡൽ G വേരിയന്റ്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ്. 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഈ G എന്ന് പറയുന്ന വേരിയന്റ് ഏതാ? G എന്ന് പറഞ്ഞാല് മിഡിൽ ഓപ്ഷൻ ആണ്. അത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടായിരിക്കും. പിന്നെ അലോയ് വീലാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ABS, എയർ ബാഗ്, പിന്നെ അതുപോലെ തന്നെ മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സ്, കണ്ടീഷൻ ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇൻഷുറൻസ് കാര്യങ്ങൾ ക്ലിയർ? ഇൻഷുറൻസ് എല്ലാം ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് അല്ലേ? വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 6 മാസത്തെ വാറന്റിയും കിട്ടും. 6 മാസത്തെ വാറന്റി ഉണ്ട്. ഈ വാറന്റി ഇവർ കൊടുക്കുമ്പോൾ പിന്നെ ഇതിൽ വേറെ ആക്സിഡന്റ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ചോദിക്കേണ്ട. കാരണം ഇതൊന്നും ഇല്ലെങ്കിലാണ് ഈ പറയുന്ന വാറന്റി കാര്യങ്ങൾ കിട്ടുന്നത് അല്ലേ? ഇനി ചോദിക്കേണ്ടത് ഇതിന്റെ വിലയാണ്. ഇത് നമുക്ക് 7,50,000 രൂപ. 7,50,000 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളുണ്ടാവും. 6 മാസത്തെ വാറന്റി ഉണ്ടാവും. ഇതിലൊരു 85% നമുക്ക് ലോണും വീഴുന്നൊരു വാഹനം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് 90% വരെ ചെയ്തു കൊടുക്കാം. അപ്പോൾ വരുന്ന കസ്റ്റമർ നല്ല കസ്റ്റമർ ആണെങ്കിൽ സിവിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ 90% വരെ ലോൺ സൗകര്യം ലഭ്യമാണ്. ടൊയോട്ടയുടെ ഇന്നോവ വാഹനങ്ങൾ പരിപൂർണ്ണ വിശ്വാസത്തോട് കൂടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് വാറന്റിയോട് കൂടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തൃശ്ശൂർ നിപ്പോൺ ടൊയോട്ടയുടെ ഓതറൈസ്ഡ് ഷോറൂമായിട്ടുള്ള യൂട്രസിലേക്ക് പോലെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2018 GX മാനുവൽ ആണ് വരുന്നത്. GX മാനുവൽ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ, 99,000 കിലോമീറ്റർ, കമ്പനി സർവീസുള്ള കേരള വണ്ടി.
കേരള വണ്ടി 99,000 കിലോമീറ്റർ. ഇത് ജെനുവിൻ കിലോമീറ്റർ അല്ലേ? കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ GX നമുക്ക് എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്? നോർമലി വരുന്ന പോലെ 2 എയർ ബാഗ്, അലോയ് വീല്, സൺറൈസ് AC കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 7 സീറ്റർ ആണ്. 7 സീറ്റർ ആണല്ലേ? വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 18,50,000 രൂപ. 18,50,000 രൂപ ചോദിക്കുന്ന പ്രൈസ് അല്ലേ? നമുക്ക് മാക്സിമം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ടോ? 6 മാസത്തെ വാറണ്ടി ഉണ്ട്. വാഹനപ്രേമികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ ഒന്നാണ് ടൊയോട്ടയുടെ എത്തിയോസ് ഇലിവ അല്ലേ? നല്ല ക്വാളിറ്റി വാഹനം, പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് കളർ കിട്ടാനില്ല. എന്നാലും ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ 2011 G എന്ന് പറഞ്ഞ മോഡലാണ്. G വേരിയന്റ്. കിലോമീറ്റർ നമുക്ക് ഓടിയിരിക്കുന്നത് 1,02,000 കിലോമീറ്റർ ആണ്. 1,02,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഇത് പെട്രോൾ ഡീസലാ? ഇത് പെട്രോൾ വണ്ടിയാണ്. G എന്ന് പറഞ്ഞ വേരിയന്റ്. G പറയുന്ന വേരിയന്റ് അല്ലേ? ഈ ജിയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇതിലിപ്പോ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, പിന്നെ ഇതിൽ അഡീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ടയർ പുതിയതാണ്. പിന്നെ അതുപോലെ അഡീഷണൽ അലോയ്സും കയറ്റിയിട്ടുണ്ട്. അഡീഷണൽ അലോയ്സ് കസ്റ്റമർ കയറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ല? പേപ്പേഴ്സ് എല്ലാം നല്ല എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 2,80,000 രൂപയാണ് നമ്മളിവിടെ ചോദിക്കുന്ന പ്രൈസ്. ഈ മാസം നമുക്ക് ചെറിയൊരു ഓഫർ ഉണ്ട്. ഇതിന് ഓഫർ ഉണ്ടോ? നമുക്കൊരു 20,000 രൂപ വരെ ഇതിന് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഈ വാഹനത്തിന് 2,80,000 ഇവർ ചോദിച്ചിരുന്ന വില. ഇതിൽ ഈ മാസം നിങ്ങൾ വാഹനം എടുക്കുകയാണെങ്കിൽ 20,000 രൂപ ഡിസ്കൗണ്ട് അല്ലേ? ഡയറക്റ്റ് 2,60,000. 2012 മോഡല് GD എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. GD വേരിയന്റ്. ഓക്കെ, ഡീസലാണ്. ഡീസൽ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? ഇത് ഓടിയിരിക്കുന്നത് 1,37,000 കിലോമീറ്റർ. 1,37 ഓടിയിട്ടുണ്ട്. ടൊയോട്ടയുടെ വാഹനം ആയതുകൊണ്ട് പിന്നെ എത്ര ലക്ഷം ഓടിയാലും കുഴപ്പമില്ല. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ളതാണ്. 4 ഡോർ പവർ വിൻഡോ ആണ്. AC ഉണ്ട്, സെൻട്രൽ ലോക്ക് ആണ്. പിന്നെ ക്വാളിറ്റി സീറ്റ് കവർ അടിച്ചിട്ടുണ്ട്. അഡീഷണൽ ഇതിൽ ഇവർ ചെയ്തിരിക്കുന്നത് അലോയ്സ് ഇട്ടുണ്ട്. 80% ടയർ ഉണ്ട്. ഇൻഷുറൻസ് കാണാൻ ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന വില എത്രയാണ്? ഇത് ചോദിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. അപ്പൊ ഈ മാസം നമ്മളൊരു ഓഫർ എടുക്കുകയാണ്. ഈ മാസം മാത്രം. ഈ മാസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡയറക്റ്റ് 20,000 രൂപ വരെ ഓഫർ കൊടുക്കാം. 3,80,000 ഈ മാസം വാഹനം എടുക്കുകയാണെങ്കിൽ കിട്ടാൻ പോകുന്നില്ല. അപ്പൊ 20,000 രൂപ ഡിസ്കൗണ്ടിൽ ഒരു എത്തിയോസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. എല്ലാ കമ്പനിക്കാരും ഡീസൽ വാഹനങ്ങൾ നിർത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഡീസൽ വാഹനങ്ങൾക്ക് നല്ല ഡിമാൻഡാണ് ഇപ്പൊ യൂസ്ഡ് കാർ മേഖലയിൽ, പ്രത്യേകിച്ചിട്ട് ടൊയോട്ടയുടെ അല്ലേ? ഇപ്പൊ എടുത്തവരൊന്നും ഡീസൽ വാഹനം കൊടുക്കുന്നില്ല. അപ്പൊ ആ ഒരു ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2012 മോഡല് GD എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഡീസലാണ് വണ്ടി. ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് അല്ലേ? എത്ര കിലോമീറ്റർ ഓടി? 1,34,000 കിലോമീറ്റർ ഓടി. 1,34 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അധികം ഡീസൽ വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു ഓട്ടം അല്ല. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഫുൾ ഹിസ്റ്ററി എല്ലാ ഹിസ്റ്ററികളാണ്. ഈ GD എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, പിന്നെ ഇപ്പൊ ഇതില് അഡീഷണൽ പറയുകയാണെങ്കിൽ 4 ടയർ പുതിയ ടയറുകളാണ്. ഇനി അറിയേണ്ടത് ഈ വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. ഈ വണ്ടിക്ക് നമ്മൾ വില പറയുന്നത് 3,80,000 രൂപ. 3,80,000 ചോദിക്കുന്ന പ്രൈസ്. വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത് ഒരു എത്തിയോസ് എന്ന വാഹനമായിട്ടാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് 2012 മോഡലാണ്. G എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. സിംഗിൾ ഓണർ വണ്ടി. 97,000 കിലോമീറ്റർ ഓടിയിരിക്കും. ഇത് പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടി. 97,000 കിലോമീറ്റർ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി. സിംഗിൾ ഓണറാണ്. ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഇൻഷുറൻസ് ആണ്. ഫുൾ കവർ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 4 ഡോർ പവർ വിൻഡോ, ക്വാളിറ്റി സീറ്റ്, കണ്ടീഷൻ ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്? ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 2,90,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ഒരു സ്പെഷ്യൽ ഓഫറായിട്ട് ഈ മാസം നമുക്ക് സെയിൽ നടത്തുന്നുണ്ടെങ്കിൽ നമുക്കൊരു 10,000 രൂപ ഇതിൽ ഓഫർ കൊടുക്കാം. കുറച്ച് കൊടുക്കാം അല്ലേ? ഈ മാസം മാത്രമേ ഉള്ളൂ. ഈ മാസം നടക്കാന്നുണ്ടെങ്കിൽ അപ്പോൾ 2,80,000 നിങ്ങൾ ചോദിക്കുന്നത്. നമുക്ക് 2,80,000. ഓക്കെ, 10,000 രൂപ ഡിസ്കൗണ്ടിലാണ്, അതായത് ഓഫറിലാണ് വാഹനം ഇപ്പോൾ സെയിലിന് വെച്ചിട്ടുള്ളത്. അടുത്ത മാസം കിട്ടില്ല. താല്പര്യം ഉണ്ടെങ്കിൽ ഈ മാസം തന്നെ കോൺടാക്ട് ചെയ്തിട്ട് വന്ന് കാണും. അടുത്തായിട്ട് വീണ്ടും ഒരു എത്തിയോസ് ലിവ തന്നെ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. മെയ് മാസം സ്റ്റോക്ക് വന്നിട്ടുള്ള വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് അതിന് തന്നെ. ഇത് 2016 മോഡല് ലിവ ഡീസൽ VXD എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ്. VXD ഡീസൽ വാഹനം അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 1,10,000 കിലോമീറ്റർ. തേർഡ് ഓണർ. പോലീസിൽ വാഹനമൊക്കെ ഇത്ര ഓടികൾ പറഞ്ഞാൽ കിട്ടുന്ന ലെക്കാണല്ലേ? ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എല്ലാം. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 5,90,000 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കൊരു 20,000 റുപ്പീസോളം നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം. 20,000 രൂപ ഈ മാസം ഡിസ്കൗണ്ട് ഉണ്ട്. ഈ മാസം 20,000 രൂപ ഓഫർ. അടുത്ത മാസം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡീസൽ എത്തിയോസ് ഇലിവ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ നിപ്പോൺ ടൊയോട്ടയുടെ തൃശ്ശൂർ ബ്രാഞ്ചിൽ സ്റ്റോക്ക് i20
ഇത് 2010 മോഡൽ 11 രജിസ്ട്രേഷൻ വെഹിക്കിൾ ആണ്. ഓക്കെ. തേർഡ് ഓണർ 1,43,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. പെട്രോൾ ഡീസലാ? ഡീസൽ വാഹനം. ഏത് വേരിയന്റ്? ഇറ എന്ന് പറഞ്ഞ വേരിയന്റ്. ഇറ പറഞ്ഞ വേരിയന്റ് ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ് ഇയറിലാണ് ടെസ്റ്റ് കാര്യങ്ങളും വരുന്നത്. ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ? ഈ ഇറ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, റിവേഴ്സ് ക്യാമറ, പിന്നെ അലോയിലൊക്കെ കസ്റ്റമേഴ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, അതുപോലെ തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? പിന്നെ അത്യാവശ്യം എല്ലാ വർക്കും ചെയ്തിട്ടുള്ളതാണ്. ബേസ് മോഡലാണെങ്കിലും എല്ലാ ഫീച്ചേഴ്സ് അത്യാവശ്യം ഉണ്ടല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 190. 190. അടുത്തായിട്ട് നിസാന്റെ മൈക്ര അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2014 തേർഡ് ഓണർ 79,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പെട്രോൾ സർവീസും കാര്യങ്ങളുണ്ട്. പെട്രോൾ വണ്ടി. ഓണർഷിപ്പ് എത്രയാണ്? ഇത് തേർഡ് ഓണർ, ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. ഫുൾ ഓപ്ഷൻ അല്ലേ? ഇത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ടാവുക? ഇത് AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, എയർ ബാഗ്, അലോയ് വീൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ, ടയേഴ്സ്, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് 375. നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ 15,000 വരെ നമുക്ക് ഓഫർ കൊടുക്കാം. 15,000 രൂപ ഈ മാസം ഓഫറും കൊടുക്കാം. 375 ചോദിക്കുന്നത്. അതിൽ 15,000 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 3,60,000 രൂപയാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് ടൊയോട്ടയുടെ കൊറോള ആൾട്ടീസ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2012 മോഡൽ G വേരിയന്റ്, ഡീസൽ, മാനുവൽ, സിംഗിൾ ഓണർ, 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത്രയും പഴക്കമുള്ള ഒരു വാഹനം ഇത്ര ലോ കിലോമീറ്ററിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്കാണ്. ഡീസൽ വാഹനമാണ് ടൊയോട്ടയുടെ. ഡീസൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ വരുന്നത്? 4 ഡോർ പവർ വിൻഡോ, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ്, അലോയ് വീല്, കണ്ടീഷൻ, ടയേഴ്സ് എല്ലാം നിലവിൽ ക്ലിയർ ആണ്. അതിന് ചോദിക്കുന്ന പ്രൈസ് 490 ചോദിക്കുന്ന പ്രൈസ്. അടുത്തായിട്ട് മഹേന്ദ്രയുടെ ബൊലേറോ വാഹനം നമ്മൾ അങ്ങനെയൊന്നും കാണാൻ കിട്ടാത്തൊരു വാഹനമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരെണ്ണം സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2019 മോഡൽ ബൊലേറോ ZLX പവർ പ്ലസ് ZLX എന്ന് പറഞ്ഞ വേരിയന്റ് വെഹിക്കിൾ ആണ്. ഫുൾ ഓപ്ഷൻ. സിംഗിൾ ഓണർ 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ 34,000. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പെട്രോൾ ഡീസലാ? ഇത് ഡീസൽ വാഹനമാണല്ലേ? ഇതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. 2019 വണ്ടിയാണ്. 2019 ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 825. 825 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു വാഹനം, ബൊലേറോ വാഹനങ്ങൾ ഒരുപാട് ആളുകൾ തിരയുന്ന ഒരു വാഹനമാണ്. പക്ഷെ അങ്ങനെ കിട്ടാറില്ല. താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ അത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. റെനോൾട്ട് ഡസ്റ്റർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2013 ആണ്. 1,03,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. ഇത് പെട്രോൾ ഡീസലാ? ഡീസൽ വണ്ടി. സിംഗിൾ ഓണർ ആണ്. ഏത് വേരിയന്റ്? RXL എന്ന് പറഞ്ഞാൽ 85. RXL 85 ആണല്ലേ? അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? നമുക്ക് 4 ഡോർ പവർ വിൻഡോ ഉണ്ട്, AC, സെൻട്രൽ ലോക്ക് ഉണ്ട്. ഇതിലിപ്പോ ടയേഴ്സ് കുഴപ്പമില്ല, നല്ലതാണ്. ക്വാളിറ്റി സീറ്റ് കവറാണ്. ഓക്കെ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട്. ഓക്കെ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 4,25,000 രൂപ. 4,25 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? അടുത്തായിട്ട് ഹ്യുണ്ടായി കമ്പനിയിൽ ഫേമസ് ആയിട്ടുള്ള ഇപ്പോഴും ഒരുപാട് ആളുകൾ അന്വേഷിച്ചിറക്കുന്ന ക്രെറ്റ പഴയ ഫേസിൽ വരുന്ന വാഹനം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2016 E+ എന്ന് പറഞ്ഞ മോഡലാണ്. E+ പറഞ്ഞ സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 1,88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 188 ഓടിയിട്ടുണ്ട്. ഇത് പെട്രോൾ ഡീസലാണ്? പെട്രോൾ വണ്ടിയാണല്ലേ? E+ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓക്കെ. ഇതിലെന്തൊക്കെയാണ്? ഇതിൽ വരുമ്പോൾ നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, സീറ്റ് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഉണ്ട്. ടയറൊക്കെ ഒരു 80% ടയർ ഉണ്ട്. ഇത് അലോയിലും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ആണ് E+ വരുന്നത് അല്ലേ? ഇതിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ചോദിക്കുന്നത് നമുക്ക് 5,60,000 രൂപയാണ്. 5,60,000 ചോദിക്കുന്ന പ്രൈസ്. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാലോ? നമുക്കൊരു 85 വരെ ലോൺ ചെയ്യാം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്കൊരു 90 വരെ 90% വരെ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ലോണും കാര്യങ്ങളൊക്കെ. ഓക്കെ. ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്ന ആളുകൾക്ക് ഒരു അടിപൊളി ഓഫർ ആയിട്ട് വന്നിട്ടില്ല. കാരണം ഇതിന് ചെറിയൊരു എമൗണ്ട് മാത്രം ചോദിക്കുന്ന വിലയും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് നോക്കാം. ഡീറ്റെയിൽസ് ആയി നോക്കാം. ഇത് 2011 മോഡലാണ്. ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഓക്കെ. മറ്റേ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. ഇത് പെട്രോൾ ഡീസലാ? ഇത് പെട്രോൾ വണ്ടിയാണ്. 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ലോ ബഡ്ജറ്റിന് പറ്റിയ നല്ല വാഹനമാണ്. എല്ലാ ഫീച്ചേഴ്സും അത്യാവശ്യം ഉണ്ടാവും. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയർസ്. പിന്നെ വേറെ ചോദിക്കേണ്ടത് കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കണ്ടീഷൻ പെട്രോൾ വണ്ടി ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. വേറെ കംപ്ലൈന്റും കാര്യങ്ങളും നിലവിലില്ല എന്നാണ് പറയണത്. അപ്പോൾ കണ്ടീഷൻ വാഹനമാണ്. ഇനി ഇതിന്റെ വിലയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഇതിന് എത്ര ചോദിക്കുന്നത്? ഈ വണ്ടിക്ക് വരുന്നത് നമുക്ക് 1,70,75,000 രൂപയാണ് വില വരുന്നത്. 1,70,75,000 രൂപ. അടുത്തായിട്ട് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്ന ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം, ഫോർഡ് കമ്പനിയുടെ ഒരു വാഹനം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ?
ഇത് 2015 മോഡലാണ് ആസ്പയർ എന്ന് പറയും. ഫോർഡ് ആസ്പയർ അല്ലേ? ആസ്പയർ നമ്മളിത് ടൈറ്റാനിയം എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2015 സിംഗിൾ ഓണർഷിപ്പ്. 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടി ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇതിൽ ടൈറ്റാനിയം എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? എയർ ബാഗ് ഉണ്ട്, ABS ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, പിന്നെ അതുപോലെ അലോയ്സ് ആണ്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്? കവർ ഇൻഷുറൻസ് ഉള്ളതാണ് എല്ലാം. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് നമുക്ക് ചോദിക്കുന്നത് 3,75,000 രൂപയാണ് ചോദിക്കുന്നത്. 3,75,000 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല, കണ്ടീഷൻ വാഹനമാണ്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് നമുക്ക് എടുക്കാം. അടുത്തായിട്ട് ഹോണ്ട കമ്പനിയുടെ BRV. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ വാഹനത്തിന് നിങ്ങൾ വാറന്റി കൊടുക്കുന്നുണ്ട് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? 2018 മോഡലാണ് വണ്ടി. 72,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ ആണ്. BRV ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. CVT എഞ്ചിൻ. ഫുൾ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് വരുന്നതല്ലേ? ഇത് പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടി. പെട്രോൾ വണ്ടി. ഇത് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? നമുക്ക് ഇതിന് 6 മാസം വാറന്റിയും കൊടുക്കണം. 6 മാസം വാറന്റി നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്? കവർ ഇൻഷുറൻസ് എല്ലാം ഉള്ളതാണ്. ഈ ഒരു വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? നല്ല ഫുൾ ലോഡ് വണ്ടിയാണ്. ഇതില് നമുക്കിപ്പോ റിവേഴ്സ് ക്യാമറ ഉണ്ട്, AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, അലോയ്സ് വരുന്നുണ്ട്. അലോയ്സ്, പുതിയ ടയേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഇനി അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 7,75,000 രൂപയാണ് ചോദിക്കുന്നത്. 7,75,000 രൂപ. അതിൽ 6 മാസം വാറന്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇതിൽ ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല? ഓക്കെ. ഇതിൽ നമുക്ക് മാക്സിമം എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 85 വരെ ചെയ്യാൻ പറ്റും. നല്ലൊരു പ്രൊഫൈലിലെ കസ്റ്റമർ ആണെങ്കിൽ നമുക്കൊരു 90% നമുക്ക് ലോൺ ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫോർഡിന്റെ എക്കോസ്പോർട്ട് ആണ്. ഈ ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ദുനിയാവിലുള്ള എല്ലാ വാഹന കമ്പനികളുടെ വാഹനങ്ങളും നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ എല്ലാ വാഹന കമ്പനികളിലും ഏറ്റവും കൂടുതൽ തിരയുന്ന വാഹനങ്ങളാണ് സ്റ്റോക്ക് ഉള്ളത് എന്നും കൂടി നമുക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ എക്കോസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇത് എത്ര മോഡൽ വരുന്നത്? 2018 മോഡൽ. ഏത് വേരിയന്റ് ഏതാ? ടോപ്പ് എൻഡ് ടൈറ്റാനിയം പ്ലസ് ആണ് വേരിയന്റ് അല്ലേ? ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് പെട്രോൾ ഡീസലാടാ? ഡീസൽ വണ്ടിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ABS, എയർ ബാഗ്, നല്ല ക്വാളിറ്റി സീറ്റ്, അലോയ് വീല്, ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് ആണ്. അത്യാവശ്യം ഫുൾ ഓപ്ഷൻ ആണ്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. റിവേഴ്സ് ക്യാമറ, ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. അതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 7,25,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ഇത് 2019 മോഡല്. ഗ്ലാൻസ. ഏതാ വേരിയന്റ്? ഏതാ? ടോപ്പ് എൻഡ് B ആണ് വേരിയന്റ് അല്ലേ? പെട്രോൾ ഡീസലാ? ഇത് പെട്രോൾ ആണല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണല്ലേ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 60ന്റെ അടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? എല്ലാം അവൈലബിൾ ആണ്. സ്റ്റാർട്ട്, കീലെസ് എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം 80% ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് എല്ലാം ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 7,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അടുത്തായിട്ട് നിസാൻ കമ്പനിയുടെ ടെറാനോ എന്ന് പറയുന്ന ഒരു വാഹനം ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാ കമ്പനികളുടെ വാഹനങ്ങളും ഉണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ കമ്പനിയും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് ടെറാനോ 2013 മോഡൽ സിംഗിൾ ഓണർ 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏത് വേരിയന്റ്? ഏതാ? XV വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? ഇത് പെട്രോൾ ഡീസലാ? ഇത് നമുക്ക് ഡീസലാണ്. 110. നമ്മൾ 4,40 ചോദിക്കുന്നത്. 4,40 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്? അതെ, നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആണ്. ഓക്കെ. ഇതിപ്പോ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. അടുത്തായിട്ട് ചെറുവാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനങ്ങൾ ഒന്നാണ് ഈ പറയുന്ന ഇയോണിലെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് ഇയോണ് 2017 സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. ഇത് ഏതാ വേരിയന്റ്? ഏതാ? ഇത് എറ വേരിയന്റ് ആണല്ലേ? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,40,000. 2,40,000 രൂപയാണ് ചോദിക്കുന്നത്. ഒരു ലോ ബഡ്ജറ്റ് സെഗ്മെന്റ് വാഹനങ്ങളൊക്കെ അന്വേഷിച്ചിറക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ടൊയോട്ടോ കമ്പനിയുടെ പ്രീമിയം സെഗ്മെന്റ് വാഹനമായിട്ടുള്ള ടൊയോട്ടോ ക്യാമറി വിലയിൽ ലക്ഷങ്ങളുടെ മാറ്റങ്ങളിൽ ഇപ്പോൾ നല്ലൊരു വാഹനം സ്റ്റോക്ക് ഉണ്ടല്ലേ? നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2023 മോഡലാണ്. 16,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. വെറും 16,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ ക്യാമറി പ്രീമിയം സെഗ്മെന്റ് വാഹനമാണ് ഈ ടൊയോട്ടോ കമ്പനിയിൽ തന്നെ. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് എടുത്തു പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സ്? ഇതിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ് സ്റ്റിയറിംഗ് വരുന്നത്. അതേപോലെ തന്നെ ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ തന്നെയാണ് വരുന്നത്. സീറ്റ് 2 സീറ്റുകളും ഇലക്ട്രിക്കൽ വെന്റിലേഷൻസിൽ വരുന്ന സീറ്റാണ്. പിന്നെ സൺറൂഫ് വരുന്നുണ്ട്. 6 എയർ ബാഗ്സ് ആണ് ഇതിൽ വരുന്നത്. സേഫ്റ്റിക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പ്രീമിയം ലുക്കിലുള്ള ഒരു വാഹനമാണ് ഇത്. 16,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ പ്രൈസിലോട്ട് വരികയാണെങ്കിൽ അതിന്റെ മാറ്റമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. എത്ര ചോദിക്കുന്നത്?
ഇത് പ്രൈസ് വരുന്നത് 45 ലക്ഷമാണ് നമ്മൾ ചോദിക്കുന്നത്. 45 ലക്ഷം രൂപയാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ഇതിന്റെ ഫ്രഷിനൊക്കെ എന്ത് വില ഉണ്ടാവും? ഇത് ഫ്രഷ് വരുന്നത് 58 ലക്ഷമായിരുന്നു ഇതിന്റെ വില. ഇത് ഇറങ്ങുന്ന സമയത്ത് 58 ലക്ഷം രൂപ വില വരുന്ന ഒരു വാഹനമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അടുത്തായിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള അർബൻ ക്രൂയിസർ ഇപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോറൂം കണ്ടീഷൻ വാഹനമാണ്. ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് 2020 മോഡലാണ്. മിഡ് മാനുവൽ ആണ് വണ്ടി വരുന്നത്. മിഡ് മാനുവൽ അല്ലേ? ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ 29,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 29,000 കിലോമീറ്റർ. ഡീസലോ പെട്രോളാ? പെട്രോൾ അല്ലേ? കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അല്ലേ? സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. 1 ഇയർ വാറണ്ടി ഉണ്ട്. 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഷോറൂം കണ്ടീഷൻ വാഹനം. ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ തന്നെ 1 ഇയർ വാറണ്ടിയോട് കൂടി നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. ഈ 1 ഇയർ വാറണ്ടി നമുക്ക് ടൊയോട്ടയുടെ ഏത് ഓതറൈസ്ഡ് ഷോറൂമിലും പോകാൻ പറ്റില്ല? ടൊയോട്ടയുടെ ഏത് ഓതറൈസ്ഡ് ഷോറൂമിലും പോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ മിഡ് വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, 2 എയർ ബാഗ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട് അല്ലേ? ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് ക്ലിയർ ആണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 880 ആണ് ചോദിക്കുന്നത്. 8,80,000 രൂപ ചോദിക്കുന്നു. 1 ഇയർ വാറണ്ടി ഉണ്ട്, അതുപോലെ തന്നെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ഇത് നമുക്ക് മാക്സിമം എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഇതിന് 8.5 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 8,50,000 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും.